ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നേക്കാണ്. ഏത് കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കണം, ഏത് മോഡൽ തിരഞ്ഞെടുക്കണം, എത്ര കപ്പാസിറ്റിയാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര പ്രൈസ് വരുന്നുണ്ട്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ മേന്മകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും വരുന്നത്. നമ്മൾ ഡ്രസ്സ് ഇട്ട് പവർ ഓണാക്കി സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്രസ്സിന് ആവശ്യമുള്ള വെള്ളം എടുത്ത് അത് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്ത് നമുക്ക് തരും. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള ഏത് വാഷിംഗ് മെഷീൻ എടുത്താലും അതിൽ ഏറ്റവും വാഷിംഗ് ക്വാളിറ്റി കൂടുതൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയിരിക്കും. നമുക്കിതിൽ ബിൽറ്റ് ഇൻ ഹീറ്റർ വരുന്നുണ്ട്, ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈജീനിക് വാഷിംഗ് ആയിരിക്കും നമുക്ക് കിട്ടണത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് പല കമ്പനികളും ഈ ഒരു ഹോട്ട് വാഷിന് പുറമെ നമുക്ക് സ്റ്റീം വാഷും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റീം വാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നീരാവിയിൽ നമ്മുടെ ഡ്രസ്സൊക്കെ പുഴുങ്ങി വാഷ് ചെയ്യാന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 99.9% നമുക്ക് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്ത് കിട്ടും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ആ ഒരു ഓപ്ഷൻ വഴി അല്ലെങ്കിൽ സ്റ്റീം വാഷ് വഴിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, വാഷ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. എല്ലാ മോഡൽസിലും നമുക്ക് സ്റ്റീം വാഷ് ഉണ്ടായിരിക്കില്ല, സെലക്റ്റീവായ മോഡൽസിൽ മാത്രമാണ് സ്റ്റീം വാഷ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതൊരു വാഷിംഗ് മെഷീനേക്കാളും ഏറ്റവും വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുക്കുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയിരിക്കും. ഏറ്റവും വെള്ളം കുറവ് യൂസ് ചെയ്യണത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയിരിക്കും. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ നല്ലൊരു കമ്പനിയുടെ നല്ലൊരു മോഡലൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയണത് 22,000 മുതൽ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനും താഴെ മോഡൽ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും താഴെയൊക്കെ മോഡൽസ് ഉണ്ട്, പ്രൈസിങ് കുറഞ്ഞ മോഡൽസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ നല്ലൊരു മോഡലൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 22,000 രൂപയ്ക്ക് മുകളിലേക്ക് എന്തായാലും വരും. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷം ഫുൾ കവർ വാറണ്ടി വരുന്ന മോഡലുണ്ട്, 3 വർഷം ഫുൾ കവർ വാറണ്ടി വരുന്ന മോഡലുണ്ട്, 4 വർഷം വരെ ഫുൾ കവർ വാറണ്ടി വരുന്ന മോഡൽസ് ഉണ്ട്. മോട്ടോർ വാറണ്ടി നോക്കുകയാണെങ്കിൽ 10 വർഷവും 12 വർഷം വരെ വരുന്ന മോഡൽസ് ഉണ്ട്. നമ്മുടെ ബില്ലും വാറണ്ടി കാർഡും നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മെയിനായിട്ട് 2 കളറിലുള്ള വാഷിംഗ് മെഷീൻ കാണാൻ സാധിക്കും. വൈറ്റ് കളറിലുള്ളതും സിൽവർ കളറിലുള്ളതും. വൈറ്റ് കളറിനെ അപേക്ഷിച്ച് സിൽവർ കളറിന് പ്രൈസിങ് കൂടുതലായിരിക്കും. ഒരു 1,500 രൂപ 2,000 രൂപ ആ ഒരു മോഡൽസിന് പ്രൈസിങ് കൂടുതൽ വരും. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റിനെ അപേക്ഷിച്ച് സിൽവർ കളറിന് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. തുരുമ്പ് പിടിക്കൂല എന്നല്ല പറയണത്, തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കുറച്ചും കൂടി കുറവായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു പ്രൈസിങ് കൂടുതൽ വരുന്നത്. സ്റ്റാർ റേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലും 5 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർ റേറ്റിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇയറിന് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏത് വർഷത്തെ ഏത് മോഡലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു പാനൽ ടച്ച് വരുന്ന മോഡലും സ്വിച്ച് വരുന്ന മോഡൽസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 മോഡലാണെന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക് ബോർഡ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ടച്ച് ആയിരിക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടുവന്നതെന്ന് മാത്രം. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ഡോറിൽ കവറിങ് ഉള്ള മോഡലും ഇത്തരത്തിൽ കവറിങ് ഇല്ലാത്ത മോഡൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഇത് തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ആ ഒരു കവറിങ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൈസിങ്ങിൻ്റെ ഹൈറാർപ്പി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടിയ മോഡലാണ്, ബേസ് മോഡലല്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കവറിങ് വരുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇപ്പോൾ എന്തെങ്കിലും വന്ന് ഇതും അടിച്ചുകൊണ്ട് ഈ ഗ്ലാസ് പൊട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ആ ഒരു കവറിങ് കൊടുത്തേക്കണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസിങ്ങിൻ്റെ ഒരു ഹൈറാർപ്പി അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ ഒരു ഹൈറാർപ്പി കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ ഒരു കവറിങ് കൊടുക്കുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനുമ്പോൾ RPM കാണാൻ സാധിക്കും. നമുക്കിവിടെ സൈഡിലായിട്ട് എത്ര RPM ആണ്, ഇപ്പോൾ ഇതാണെങ്കിൽ 1000 RPM അല്ലെങ്കിൽ 800 RPM എന്നൊക്കെ എഴുതിയേക്കണം, നമുക്കത് കാണാൻ സാധിക്കും. RPM കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നാണ്. RPM കൂടുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഉണങ്ങി കിട്ടും. RPM കുറയുമ്പോൾ അതിനനുസരിച്ച് ആ ഉണങ്ങല് എന്ന് വെച്ചാൽ ഡ്രൈ ആവണതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു മാത്രം. ഒരു വാഷിംഗ് മെഷീനിൽ നമുക്ക് 100% ഡ്രൈ ആയി കിട്ടൂല. നമുക്കൊരു 80-82% മാത്രമേ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ പോലും നമുക്ക് ഡ്രൈ ആയത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 100% ഡ്രൈ ആയി കിട്ടണം എന്നാണ്, അല്ലെങ്കിൽ അത്തരം മോഡൽസാണ് താല്പര്യമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡ്രയർ വാങ്ങിക്കുക, സെപ്പറേറ്റ് ഒരു ഡ്രയർ വാങ്ങിക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ബിൽറ്റ് ഇൻ ഡ്രയറും കൂടി ഉള്ള മോഡൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചാലും മതി. പ്രൈസിങ് കൂടുതലായിരിക്കും. അത്തരം മോഡൽസിന് പ്രൈസിങ് കൂടുതലായിരിക്കും. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു 60,000 രൂപ മുതൽ നമുക്കത് മുകളിലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻസ് ഡയറക്റ്റ് ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും വരുന്നുണ്ട്. ഡയറക്റ്റ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രമ്മും മോട്ടറും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തൊക്കെ ആയിരിക്കും.
ബെൽറ്റ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്രമ്മും മോട്ടറും തമ്മിൽ ബെൽറ്റ് വഴിയായിരിക്കും അത് കണക്ട് ചെയ്തേക്കണത്. രണ്ട് മോഡലാണെങ്കിലും ഗുണവും ദോഷവും ഉണ്ട്. ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് കുറവായിരിക്കും. നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ബെൽറ്റ് ലൂസാവും, അതുപോലെ തന്നെ അത് ജർക്കിങ് വരും, അതിന് കുലുക്കം കൂടുതലായിരിക്കും, സൗണ്ട് കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ബെൽറ്റ് ഡ്രൈവിന് വരും. ആ സമയത്ത് ഡയറക്റ്റ് ഡ്രൈവ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻറ്റ് വർക്കിംഗ് ആയിരിക്കും, ഒരു ജർക്കിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് ഡ്രൈവ് അങ്ങനെ വരാറില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും. നമ്മൾ എ സിയിലൊക്കെ പറയണ കൂട്ട് ഇൻവെർട്ടർ മോഡലും നോൺ ഇൻവെർട്ടർ മോഡലും നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ മോഡലിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവെർട്ടറിനേക്കാളും കുറച്ചും കൂടി കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. ഭയങ്കര അത്ഭുതമൊന്നും വന്നില്ല, വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നില്ല. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടർ മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഡ്രസ്സ് ഇട്ട് പവർ ഓണാക്കി സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെയിറ്റിനെ, ആ ഡ്രസ്സിൻ്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വാട്ട്സ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്താൽ കുറച്ച് വാട്ട്സ്, കൂടുതൽ ഡ്രസ്സ് ഇട്ടാൽ കൂടുതൽ വാട്ട്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടിലെ വേരിയേഷനൊക്കെ നമുക്ക് അതിൽ കാണിക്കും ഇൻവെർട്ടർ മോഡലിന്. അതുകൊണ്ട് തന്നെ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. ഇനി നോൺ ഇൻവെർട്ടർ മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ടാലും കൂടുതലിട്ടാലും കുറവിട്ടാലും ആ ഒരു വാട്ട്സ് ഫിക്സഡ് ആയിരിക്കും, ആ ഒരു വാട്ട്സ് സെയിം ആയിരിക്കും വരുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ ഏറ്റവും നല്ലത് മെക്കാനിക്കൽ നോബുകളാണെന്ന് നിങ്ങൾ പലരും കേട്ട് കാണും. എന്നാൽ ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങുന്ന എല്ലാ മോഡൽസിലും ഇത്തരത്തിൽ ഇലക്ട്രോണിക് നോബുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം, അല്ലെങ്കിൽ മെക്കാനിക്കൽ നോബുകൾ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരിക്കലും മെക്കാനിക്കൽ നോബിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ നോബ് ആണെന്നുണ്ടെങ്കിൽ സമയം കൂടുതലായിരിക്കും, വാഷ് ടൈമിങ് അതിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഒരു ചെറിയ ഫാമിലിക്ക് 6 കിലോത്തിൻ്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെ ധാരാളമാണ്. കാരണം നമ്മൾ ഡെയിലി യൂസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 6 കിലോ ഒക്കെ ധാരാളമാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വരുമ്പോൾ. പിന്നെ നമ്മൾ ഇതിലൊരു ചിന്താഗതി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ പുതപ്പ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ കൂടി ഇതിലിട്ട് വാഷ് ചെയ്യണത് ആലോചിക്കുമ്പോഴാണ് ഈ പറഞ്ഞത് ഇത് പോരയോ എന്നൊക്കെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള മോഡലാണ് നല്ലത്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മളത് സെലക്ട് ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഒത്തിരി വലിയ പുതപ്പും ബ്ലാങ്കറ്റൊക്കെ ഇതിൽ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലൈഫ് കിട്ടാനും ഏറ്റവും നല്ലത്. എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെയും ഏറ്റവും താഴെയായിട്ട് ഇത്തരത്തിലൊരു ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാഷിങ്ങിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഡോറ് നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല. കാരണം അതിൽ വെള്ളം നിൽക്കുകയാണ്. ആ വെള്ളം പൂർണ്ണമായിട്ടും കളയാണ്ട് നമുക്ക് ഡോറ് ഓപ്പൺ ആക്കാൻ സാധിക്കില്ല, കറണ്ട് പോയിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡോറ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് പുറത്തോട്ട് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡോറ് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കോയിനോ ബട്ടനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, ബട്ടൺസൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഈ ഡ്രം വഴി പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഊരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സാധാരണഗതിയിൽ വരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങണ പുതിയ മോഡൽസിന് അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ സാധിക്കും, അതിൽ ഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വാഷ് ടൈമിൽ മാത്രം നമുക്ക് അത്തരത്തിൽ ഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഇതിനുള്ളിലുള്ള വെള്ളം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കാരണം ഡോർ ഓപ്പൺ ആക്കുമ്പോൾ അതിനുള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം നേരെ താഴത്തേക്ക് ഇരിക്കുകയും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയുകയാണ് ചെയ്യണത്. നമുക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ട് 3 സെക്കൻഡ് പ്രസ് ചെയ്തതിന് ശേഷം ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഡ്രസ്സ് ഇട്ട് വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് നടന്നോളും. ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വാഷിംഗ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറൊക്കെയാണ്. ക്വിക്ക് വാഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓരോ പ്രോഗ്രാം അനുസരിച്ച് ഈ ഒരു വാഷിംഗ് സമയത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് മറ്റു വാഷിംഗ് മെഷീനേക്കാളും വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ള ഇരുമ്പിൻ്റെ വെയിറ്റോ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെ ഭാരം കൊണ്ടൊന്നുമല്ല. നമുക്ക് ഈ ഒരു ഡ്രമ്മ് കറങ്ങുമ്പോൾ അത് ജർക്കിങ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മേളിലായിട്ട്, ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കോൺക്രീറ്റിൻ്റെ കട്ട വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കൊണ്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീന് ഇത്രയും ഭാരം വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് മറ്റു വാഷിംഗ് മെഷീനേക്കാളും കുറച്ചും കൂടി കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽറ്റ് ഇൻ ഹീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി പലരും ഹീറ്റർ ഉപയോഗിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചാൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു ഹീറ്റർ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങൾ
ഹീറ്റർ ഉപയോഗിച്ചിരിക്കണം. ഏതൊരു കമ്പനിയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾ വാങ്ങിയാലും അതാത് കമ്പനിയുടെ ടെക്നീഷ്യൻ വന്ന് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു കാരണവശാലും നിങ്ങളത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെമി ഓട്ടോമാറ്റിക് പോലെയോ ടോപ്പ് ലോഡ് പോലെയോ നിങ്ങളത് സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ അത് ഓണാക്കി യൂസ് ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ ടെക്നീഷ്യൻ വന്നത് ചെയ്തു തന്നെ. എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡ്രമ്മ് ഒക്കെ നമുക്കത് ബോൾട്ട് ചെയ്തിട്ട് അതൊക്കെ അത് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. അപ്പോൾ അത് ഊരി ആ ഡ്രമ്മ് റിലീസ് ചെയ്തിട്ട് മാത്രമേ അത് ഓണാക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ വാങ്ങി വീട്ടിലെത്തിച്ച് അപ്പോൾ തന്നെ ജസ്റ്റ് ഓണാവുണ്ടോ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുത്തി അത് ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രമ്മ് ജാം ആവാനും അത് കംപ്ലൈൻ്റ് ആയി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഒരു കാരണവശാലും നമ്മൾ തന്നെ ഈ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ നോക്കരുത്. അത്ര അറിയുന്ന ആളാണെങ്കിൽ മാത്രം അതിന് നിന്നാൽ മതി. വാഷിംഗ് മെഷീന് സ്റ്റെബിലൈസർ വെക്കണത് നിർബന്ധമില്ല എന്ന് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു AC പോലെയോ നമ്മളൊരു ഫ്രിഡ്ജ് പോലെയോ LED TV പോലെയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണില്ല. ദിവസത്തിൽ മാക്സിമം 1-2 പ്രാവശ്യം ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റെബിലൈസർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണത്. പിന്നെ ഒത്തിരി വേരിയേഷനുള്ള കറണ്ടിൽ പ്രശ്നമുള്ള ഒരു ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സ്റ്റെബിലൈസർ വെക്കണത് നല്ലതായിരിക്കും. പലർക്കുള്ള സംശയമാണ് നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് സ്റ്റാൻഡ് വെക്കണോ സ്റ്റാൻഡ് വെക്കണ്ടേ എന്നുള്ളത്. കമ്പനികൾ കൂടുതലും അതിനെ ഒരു പ്രൊമോട്ട് ചെയ്യണില്ല, സ്റ്റാൻഡ് വെക്കണമെന്ന് നിർബന്ധം പറയണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെർക്കിങ് ഉണ്ടാവാനായിട്ട് വാഷിങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ റിൻസിൻ്റെ ഇടയിൽ സ്പിന്നിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒരു കുലുക്കം ഉണ്ടാവാനുള്ള ചാൻസ് സ്റ്റാൻഡ് വെച്ചാൽ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഫ്ലോറിൽ ഈർപ്പം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളാണെങ്കിൽ സ്റ്റാൻഡ് വെക്കാണ്ട് വേറെ നിർവാഹമില്ല. അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ സ്റ്റാൻഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് തന്നെ നോക്കി വെക്കണതായിരിക്കും നല്ലത്. വാട്ടർ ടാങ്കും നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും തമ്മിലുള്ള ഒരു അകലം എന്ന് പറയുന്നത് 10 അടിയെങ്കിലും മിനിമം ഉണ്ടായാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു വാട്ടർ പ്രഷർ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കറക്റ്റായിട്ടുള്ള വാട്ടർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാഷിംഗ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പം മിനിമം 10 അടിയെങ്കിലും നമ്മുടെ ടാങ്കും നമ്മുടെ വാഷിംഗ് മെഷീനും തമ്മിൽ അകലം വേണം. പിന്നെ നിങ്ങൾ എവിടെയാണോ നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത് അവിടെ 16 ആംസിൻ്റെ പവർ പ്ലഗ് വേണം. വെള്ളം കണക്ട് ചെയ്യാനുള്ള പൈപ്പ് വേണം. 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ പൈപ്പാണ് ഏറ്റവും നല്ലത്. അതുപോലെ വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഒരു പോർഷൻ കൂടി വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് നമ്മുടെ ഫ്ലോർ ലെവൽ കറക്റ്റ് ആയിരിക്കണം. അതിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെച്ചേക്കണ ആ ഒരു ഫ്ലോറ് നല്ല മിനുസുള്ളൊരു ഫ്ലോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ടൈമിൽ വാഷിംഗ് മെഷീൻ കിടന്ന് കുലുങ്ങാൻ തുടങ്ങും, ജെർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നല്ല റബ്ബറിൻ്റെ എന്തെങ്കിലും ഒരു ചവിട്ടിയോ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും ഷീറ്റോ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വെക്കുകയാണെങ്കിൽ ആ ഒരു ജെർക്കിങ്ങിന് ഒരു പരിഹാരം ഉണ്ടാവും, നമുക്കതിനൊരു മാറ്റം ഉണ്ടാവും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നമുക്ക് സോപ്പ് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ലിക്വിഡ് യൂസ് ചെയ്യാനാണ്. എന്നാൽ ലിക്വിഡിന് പൈസ കൂടുതലായിരിക്കും. നമ്മുടെ കയ്യിൽ പലരുടെയും അത്രയും പൈസ കൊടുത്തത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു സോപ്പ് പൊടി തന്നെ യൂസ് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ഒരു കുറഞ്ഞ സോപ്പ് പൊടി ഉപയോഗിക്കുന്നതിന് പകരം ഫ്രണ്ട് ലോഡിൽ യൂസ് ചെയ്യണ മാറ്റിക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സോപ്പ് പൊടിയുടെ പുറത്ത് ഫ്രണ്ട് ലോഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. തുടർച്ചയായിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഈർപ്പം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ബോർഡും അതുപോലെ ബോഡി തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മെയിനായിട്ട് ഈ ഒരു ബാത്റൂമിൽ അതുപോലെ തന്നെ ഈർപ്പം ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. ഇനി വേറെ വെക്കാൻ സ്ഥലമില്ല, ബാത്റൂമിൽ മാത്രമേ സ്ഥലമുള്ളൂ, അവിടെയാണ് പ്ലഗ് കണക്ഷൻ ഉള്ളൂ, അവിടെയാണ് പൈപ്പ് കണക്ഷൻ ഉള്ളൂ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈർപ്പം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി തുരുമ്പ് പിടിക്കും, അതിൻ്റെ ബോർഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഏറ്റവും വാഷിംഗ് ക്വാളിറ്റി കൂടുതൽ, നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഏറ്റവും പ്രൈസിങ് കൂടുതൽ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഏറ്റവും കുറച്ച് വെള്ളം എടുക്കുന്നത്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൈസ ചിലവാവണതും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. കുറച്ച് നിർദ്ദേശങ്ങളായിട്ട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈർപ്പം അടിക്കുന്ന ഏരിയകളിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾ വെക്കാതിരിക്കുക, ഡയറക്റ്റ് വെയിലടിക്കുന്ന ഏരിയയിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാതിരിക്കുക. സോപ്പ് പൊടി ഉപയോഗിക്കുന്നതിന് പകരം എപ്പോഴും ലിക്വിഡാണ് നല്ലത്. ഇനി സോപ്പ് പൊടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാറ്റിക് പൗഡർ ഫ്രണ്ട് ലോഡിൻ്റെ സോപ്പ് പൊടി തന്നെ വാങ്ങി ഉപയോഗിക്കുക. കുറച്ച് സോപ്പ് പൊടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നിറച്ചും അതിൽ കൂമ്പാരം കൂട്ടി നിങ്ങളതിൽ സോപ്പ് പൊടി ഇട്ട് ഉപയോഗിക്കാൻ പാടില്ല. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം പ്ലഗ് നിങ്ങൾ ഊരിയിടുക. വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിലെ ഡോർ നിങ്ങൾ കുറച്ച് നേരം തുറന്നിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഗ്യാസ്കറ്റ് ക്ലീൻ ആക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ക്ലീൻ ആക്കുക. അത് കീറാത്ത രീതിയിൽ, ഒന്നും കൊണ്ട് കീറാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഉരച്ചൊന്നും നിങ്ങളത് ക്ലീൻ ആക്കാൻ നിൽക്കരുത്. സാവധാനത്തിൽ ക്ലീൻ ആക്കുക. ഡ്രസ്സ് വാഷിംഗ് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് മേളിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുക, ഡ്രമ്മിൽ നിന്ന് പൊക്കിയെടുക്കുന്ന രീതിയിൽ എടുക്കുക.
എടുക്കുക, വലിച്ച് നിങ്ങൾ എടുക്കരുത്. എന്തെങ്കിലും കൊണ്ട് ഗ്യാസ്കറ്റ് കീറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ലീക്ക് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏത് മോഡൽ വാഷിംഗ് മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് നല്ലതാണോ, എങ്ങനെയുണ്ട് കമ്പനി, മോശമാണോ, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ, കുഴപ്പമില്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടും.